നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം. എന്ന് നമ്മൾ ഈ മലയാള വർഷ ഫലങ്ങൾ ആണ് പറയുന്നത്. അതിൽ വൃശ്ചികക്കൂറുകാരുടെ ഈ മലയാള വർഷത്തെ ഫലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. വിശാഖം കാലും അനിലവും തൃക്കേട്ടയും ചേരുന്നതാണ് വൃശ്ചിക രാശിയിൽപ്പെടുന്ന 4 പേർ. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നതും ആഡംബരങ്ങൾ കുറയ്ക്കുന്നതും അനാവശ്യമായി പണം ചെലവഴിക്കുന്നതും ഒഴിവാക്കേണ്ടുന്നൊരു വർഷമാണ് വൃശ്ചികക്കൂറുകാർക്ക്. കർമ്മരംഗത്ത് നേട്ടങ്ങൾ, ജോലി സംബന്ധമായിട്ട് ദൂരയാത്രകൾ, ട്രാൻസ്ഫറുകൾ എന്നിവ ഉണ്ടാകാനുള്ള സാഹചര്യം ഈ വർഷം കാണുന്നുണ്ട്. വ്യാപാരികൾക്ക് പൊതുവെ നേട്ടങ്ങളാണ് കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങളും ഉയർച്ചയും കണ്ടുവരുന്നു. വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നതും ഒരു സമയമാണ്. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ ബന്ധുജന വിരഹം, കച്ചവടാഭിവൃദ്ധി, ധനലാഭം എന്നിവ ഉണ്ടാവുന്നതാണ്. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ വീട് പുനർനിർമ്മിക്കാനും അല്ലെങ്കിൽ പുതിയ വീട് വെക്കാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായ സമയമാണ്. കുംഭം, മീനം, മേടം മാസങ്ങളിലും വളരെ അനുകൂലമായ ഒരു സമയമാണ്. അംഗീകാരങ്ങളൊക്കെ തേടിയെത്തുന്ന ഒരു കാലഘട്ടമാണ്. ഇടവം, മിഥുനം, കർക്കിടക മാസങ്ങളിലും ഈ പറയുന്ന പോലെ ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ, സ്ഥലമാറ്റങ്ങൾ ഉണ്ടാവാനും അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഡോക്ടറെ സമീപിക്കേണ്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഇടവം, മിഥുനം, കർക്കിടക മാസങ്ങൾ വർഷാവസാനത്തോടു കൂടി അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർക്ക് ഈ 10ാം ഭാവത്തിൽ നിന്ന് അനുകൂലമായി, ഏറ്റവും അനുകൂലമായ 11ാം ഇടത്തിലേക്ക് ചൊവ്വയുടെ സംക്രമണം ഉണ്ടാവുന്നുണ്ട് 10ാം ഭാവത്തിൽ. അത് ജീവിതത്തിന് ലക്ഷ്യബോധം കൈവരികയും ആലസ്യങ്ങളൊക്കെ മറികടന്ന് കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും കഠിനാധ്വാനം കൊണ്ട് നമുക്ക് ഈ വൃശ്ചികക്കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്. പുതിയ പുതിയ ബിസിനസ്സിൽ തുടങ്ങാനാണെങ്കിലും പുതിയ ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്കൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം കണ്ടുവരുന്നു. ദാമ്പത്യ ഐക്യം ഉണ്ടാകും. അകന്നു നിൽക്കുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, അവരുമായിട്ടൊക്കെ നല്ല സൗഹൃദം പുലർത്താൻ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. കൃഷി ചെയ്യുന്നവർക്ക് നല്ല ലാഭം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിളവെടുപ്പൊക്കെ നല്ല രീതിയിൽ കിട്ടുകയും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. ഗൃഹനിർമ്മാണത്തിന് സാമ്പത്തികം ഒരു തടസ്സമാകില്ല. സാമ്പത്തികം വന്നു ചേരും ഗൃഹനിർമ്മാണത്തിന്. അതിന് പറ്റിയ ഒരു സമയമാണ്. വാഹനങ്ങൾ വാങ്ങാനുള്ള യോഗം ഈ വർഷം കാണുന്നുണ്ട്. പുതിയ വാഹനങ്ങളോ സ്കൂട്ടറോ ബൈക്കോ അതൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഈ ഏറ്റെടുക്കുന്ന തൊഴിലുകൾ അതേതായാലും അത് വിജയിപ്പിച്ചെടുക്കാനും ഇതുവഴി സാധിക്കുകയും ചെയ്യുന്നുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹിച്ച തൊഴിൽ കിട്ടാറുള്ള ഒരു സാഹചര്യവും ഈ വർഷം ഈ വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ട്. ശമ്പള വർധനവ് ലഭിക്കാനും ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ അതിന് കംഫർട്ടായിട്ട് ഉള്ളൊരു ജോലി കിട്ടാനുള്ള ഒരു ഇതുണ്ട്. രോഗികൾക്ക് ആശ്വാസം കിട്ടുന്ന ആയിരിക്കും. ചികിത്സയിലൂടെ തന്നെ മാറാരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ആശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ ഈ വർഷം വൃശ്ചികക്കൂറുകാർക്ക് അല്പസ്വല്പം തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും കൂടുതലും വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.